വളരെ വൃത്തിയായും ഭംഗിയായും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം, അതിൻ്റെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അപ്പോൾ പലരും വിചാരിക്കും അത് എന്തോ പുതിയൊരു സംവിധാനമല്ലേ, ഇപ്പോൾ അടുത്തുണ്ടായതല്ലേ എന്നൊക്കെ. അത് നമ്മുടെ ഒരു ഹൃദയവിശാലതൻ്റെ ഭാഗമെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും, ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്നത് KP അബ്ദുവാജിയാണ്, ഞങ്ങളെ ഷാഗിൻ്റെ പള്ളിയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇപ്പോൾ മുജാഹിദായതാണോ? ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ മുജാഹിദായതാണോ? ഇപ്പോൾ ഈ ഇരിക്കുന്ന സദസ്സിലും അതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അല്ലല്ലോ, എല്ലാവരും ഇവിടെ നേരത്തെ മുജാഹിദീങ്ങളായിട്ടുള്ളവരാണ്. പിന്നെ എന്തിനാ അങ്ങനെ ഒരു പേര് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ തർക്കം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വേറൊന്നുമല്ല. ഈ സംഘടനയിലൊരു പ്രയാസം ഉണ്ടായപ്പോൾ പേരിൻ്റെ മേലിൽ തർക്കിച്ചിട്ട് കോടതി കയറി അതിന് കാശ് ചിലവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കണ്ട. കാരണം എന്താണോ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്തിരുന്ന കാര്യം, കാര്യം ചെയ്യാൻ ഇവിടുത്തെ വേറെ രജിസ്ട്രേഷൻ എടുത്താൽ തീരാവുന്ന വിഷയമുള്ളൂ. ആ നിലക്ക് ഒരു പേര് സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമാണ് ആദർശം. ഇൻഷാ അല്ലാഹ് തുടർന്ന് പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്ക് ആ കാര്യം കുറച്ചുകൂടി വ്യക്തത വരും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു പെട്ടെന്നുള്ളൊരു വികാരത്തിന് തട്ടിക്കൂട്ടിയത്, ഇത് തുടർച്ചയാണ്. ആ തുടർച്ചയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും നമ്മൾ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്.